പത്തനംതിട്ടയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നാണ് ആദ്യം അറിയാൻ പോകുന്നത്. പത്തനംതിട്ട ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. വളരെ സവിശേഷതകളുണ്ട്. തോമസ് ഐസക്കിനെ ഇറക്കി എന്ത് വിധേനയും മണ്ഡലം പിടിക്കാൻ LDF ഒരുങ്ങുമ്പോൾ സിറ്റിംഗ് MP ആന്റണി കോട്ട ഭദ്രമാക്കാൻ പരിശ്രമിക്കുന്നു. അനിൽ ആന്റണിയെ ഇറക്കി ഒരു തുറുപ്പുകുലാൻ ബിജെപിയുടെ കഴിഞ്ഞ തവണ ഈ UDF വേവ് ഉണ്ടാകുമ്പോഴും വെറും 44,243 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ആന്റണി കിട്ടിയിട്ടുള്ളൂ. ശബരിമല ഉൾപ്പെട്ട മണ്ഡലം കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നു. ഏതാണ്ട് ത്രികോണ മത്സരം എന്ന പ്രതീതി തന്നെ അവിടെ ഉണ്ടായ ഒരു പോരാട്ടമാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ ഇത്തവണ ഇങ്ങനെ 3 സ്ഥാനാർത്ഥികൾ വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് തോമസ് ഐസക്. അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം നേരത്തെ തന്നെ അവിടെ മൈഗ്രേഷൻ കോൺക്ലേവ് ഒക്കെ നടത്തി ഇതിനു വേണ്ടിയുള്ള ഒരു മണ്ണൊരുക്കമൊക്കെ നടത്തി. അപ്പോൾ അന്ന് തന്നെ തോമസ് ഐസക് അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ പ്രതീതിയും ഇപ്പോഴുണ്ട്. ത്രികോണ മത്സരം നടക്കുന്നു. BJP-യെ സംബന്ധിച്ച് അനിൽ ആന്റണി, PC ജോർജ് കോംബോ അവിടെ ഉഴുതുമറിക്കുന്നു. CPM-നെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം സീനിയർ നേതാവ് തോമസ് ഐസക് മത്സരിക്കുന്നു. ആന്റണി മണ്ഡലം രൂപം കൊണ്ട നാൾ മുതൽ MP ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ എല്ലാ കാലവും അല്ലേ MP എന്നുള്ളൊരു തോന്നലൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ട സമയമായി. പക്ഷേ രാഷ്ട്രീയമാണ്. അവിടെ ഈ പൂഞ്ഞാർ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണിത്. അവിടെ PC ജോർജുമായിട്ടൊക്കെ ഏറ്റുമുട്ടിയിട്ടും അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ലാതെ അദ്ദേഹത്തിന് വീണ്ടും ജയിക്കാനൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ CPM-ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം, പതിവില്ലാത്ത രീതിയിൽ ആ പ്രദേശത്തുള്ള എല്ലാ മണ്ഡലങ്ങളും നിയമസഭയിൽ ജയിച്ചത് ഇടതുപക്ഷമാണ്. ഏതാണ്ട് 80,874 വോട്ട് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ഇപ്പോൾ LDF-ന് ഭൂരിപക്ഷമുണ്ട്. തീർച്ചയായും. എന്തായാലും മുഴുവൻ നിയമസഭാ സെഗ്മെന്റുകളും LDF-ന്റെ കയ്യിലാണ്. പരമ്പരാഗതമായി ഈ പത്തനംതിട്ടയൊക്കെ UDF എന്നാണ് കരുതപ്പെടുന്നതെങ്കിൽ ഇത്തവണ നിയമസഭയിലേക്ക് എല്ലാ സീറ്റുകളും LDF ജയിച്ചു. കേരള കോൺഗ്രസ് LDF-ന്റെ ഭാഗമായ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് ഈ പത്തനംതിട്ട എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ആറന്മുളയും കോന്നിയും ഒക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് ഈ പത്തനംതിട്ട. ഈ തവണ ആരെ തുണയ്ക്കും എന്ന് ഇനി അധികം വൈകിക്കാതെ ആ ഫലസൂചനയിലേക്കൊന്ന് പോയാലോ. പത്തനംതിട്ടയിൽ ആരാണ്? പത്തനംതിട്ടയിൽ ആന്റണി തന്നെ. പത്തനംതിട്ടയിൽ ആന്റണി ഇതാ 33% വോട്ടുകളുമായി മുന്നിൽ നിൽക്കുന്നു. LDF ഒട്ടും പുറകിലല്ല, 31%. ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നു. LDF-ഉം BJP-യും ടൈലാണ് കേട്ടോ. അതാണ് മറ്റൊരു സർപ്രൈസ്. 31% BJP, 31% CPM. ഇതിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇത്തവണ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇഞ്ചോടിഞ്ച് മത്സരമാണ്. നമ്മൾ ആന്റണി മുന്നിൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരോട് പറയേണ്ട കാര്യം, പത്തനംതിട്ടയിൽ മത്സരം കടുക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരല്പം മുൻപിലാണ് ആന്റണി. 33-31. ആന്റണി 33%, തോമസ് ഐസക് 31%, അനിൽ K. ആന്റണി 31%. അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച്. അഭിലാഷ്, ഒരു സംശയം. കഴിഞ്ഞ തവണ അവിടെ K. സുരേന്ദ്രൻ മത്സരിച്ചു, വലിയ രീതിയിലുള്ള വോട്ട് നേടി. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് BJP നേടുന്നതായിട്ടാണ് ഈ അഭിപ്രായ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. സുരേന്ദ്രനേക്കാൾ കൂടുതൽ അനിൽ ആന്റണിക്ക് വോട്ട് നേടാൻ അവിടെ കഴിയും. നമുക്ക് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ആറന്മുളയിൽ നിന്നാണ്. 50,000 കടന്നു. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച രണ്ടാമത്തെ അസംബ്ലി സെഗ്മെന്റ് കോന്നിയാണ്. അതേസമയം കഴിഞ്ഞ തവണ സുരേന്ദ്രന് താരതമ്യേന, അതായത് ആറന്മുള, കോന്നി, തിരുവല്ല മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് കുറവ് കിട്ടിയത് കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലുമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയകളിൽ തവണ PC ജോർജ് ഉണ്ട്, അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി. അതായത് BJP അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് അല്ലെങ്കിൽ ആ ആനുകൂല്യം നിലനിർത്തുകയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും തിരുവല്ലയിൽ നിന്നുമൊക്കെ അധിക വോട്ട് സമാഹരിക്കുകയും ചെയ്താൽ ഈ പറഞ്ഞ പേഴ്സൻറ്റേജിലേക്ക് നോക്കൂ. കഴിഞ്ഞ തവണ 2,97,396 വോട്ടുകളാണ് K. സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ സമാഹരിച്ചത്. അത് 29%. അതിൽ നിന്നൊരു 2% ജമ്പ്, അതായത് 31 അനിൽ ആന്റണി എത്തുന്നു. അതായത് സുരേന്ദ്രൻ നേടിയ 297-നേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ അനിൽ ആന്റണി നേടുന്നു. 3 ലക്ഷത്തിന് മുകളിൽ ഇത്തവണ അനിൽ ആന്റണി വോട്ട് സമാഹരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഏറ്റവും അവസാനം പറയുമ്പോൾ പത്തനംതിട്ടയിൽ 2% മാത്രം ആന്റണി മുന്നിലാണ്. CPM സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും തോമസ് ഐസക്കും തുല്യം 31% നിൽക്കുന്നു. അതാണ് അഭിപ്രായ സർവേ ഫലം. ആന്റണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ വോട്ട് പെർസെന്റേജിൽ നിന്ന് കുറവ് വരുന്നതായി അഭിപ്രായ സർവേ പറയുന്നു. വോട്ട് വിഹിതം BJP ഇൻക്രീസ് ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ. എനിക്ക് തോന്നുന്നു ഒരു 2020 മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ നമ്മൾ വിവരം അറിയുന്നത് മാതിരിയുള്ള ഒരു ഫൈറ്റ് ഇത്തവണ പത്തനംതിട്ടയിൽ കാണാം. പത്തനംതിട്ട ഈസ് ടു ക്ലോസ് ടു കോൾ. അതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ, ഈ റിസൾട്ട് അറിയുന്നത് പോലെ തന്നെ അതിന് മുൻപ് ഒരു കാര്യം അറിയാനുണ്ട്.
കോൺഗ്രസിന്റെ ആന്റോ ആന്റണിക്ക് വേണ്ടി AK ആന്റണി വോട്ട് ചോദിക്കാൻ പത്തനംതിട്ടയിൽ വരുമോ ഇല്ലേ? അത് അനിൽ ആന്റണിയോട് ചോദിച്ചിരുന്നു നമ്മുടെ ലേഖകൻ. അപ്പൊ അനിൽ ആന്റണി വളരെ കൂളായിട്ട് പറഞ്ഞത്, ദേശസ്നേഹമുള്ള ആർക്കും ഇവിടെ ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരാൻ കഴിയില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പുൽവാമയെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആന്റോ ആന്റണി ദേശദ്രോഹിയായിരിക്കുന്നു. അപ്പോൾ AK ആന്റണി എങ്ങാനും ഇവിടെ പ്രചരണത്തിന് വന്നാൽ എൻ്റെ അച്ഛനൊരു ദേശദ്രോഹിയാണ് എന്ന് അനിൽ പറയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു കൗതുകമുള്ള ചോദ്യമാണ്. AK ആന്റണി പത്തനംതിട്ടയിൽ ഇറങ്ങുമോ? കാരണം അദ്ദേഹത്തിന്റെ മകൻ വളരെ പിറകിലൊന്നുമല്ല, 31% വോട്ട് സമാഹരിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് അഭിപ്രായ സർവേ ഫലമാണ്. യെസ്, തീർച്ചയായിട്ടും അഭിപ്രായ സർവേ ഫലമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, പക്ഷേ ഇത് കുറേയൊക്കെ റിയലിസ്റ്റിക് ആണ്. കാരണം കഴിഞ്ഞ തവണ BJP 29% വോട്ട് നേടിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് നമ്മൾ ഇത്തവണ അത് 31 ഉയർന്നേക്കാം എന്ന് പറയുന്നത്. ആന്റോ ആന്റണി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു 3-4% വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായേക്കാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചെയ്യുന്നുണ്ട്. BJPയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഈ മണ്ഡലത്തിൽ തോമസ് ഐസക് ഇത്രയും വലിയ ഫൈറ്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും തോമസ് ഐസക് കഴിഞ്ഞ തവണ വീണ ജോർജ് നേടിയിട്ടുള്ള ഏതാണ്ട് അതേ പൊസിഷനിൽ ചെറിയ നേരിയ ഒരു കുറവ് എന്നുള്ളത് മാത്രമേ കാണാൻ കഴിയൂ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് UDFന് ഒരു വീഴ്ച ഉണ്ടായതാണ് LDF നേട്ടമുണ്ടാക്കിയത്, BJP. തീർച്ചയായും. അപ്പോൾ നമുക്ക് പത്തനംതിട്ടയെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് ആന്റോ ആന്റണിക്ക് എഡ്ജുണ്ട്. ആന്റോ ആന്റണിക്ക് ഒരു എഡ്ജുണ്ട്. അതേസമയം തന്നെ വളരെ വളരെ ക്ലോസ് ആണ് ഈ ഫൈറ്റ്. തൊട്ടു പിന്നിലായി 31 എന്നീ ശതമാനക്കണക്കുകളിൽ അവിടെ തോമസ് ഐസക്കും അനിൽ ആന്റണിയും ഉണ്ട്.